ഒറ്റ മിനിറ്റ്, ഇന്നത്തെ പ്രധാന വാർത്തകൾ കേട്ടിട്ട് പോവാം. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ കേരളത്തിലെ ഡോക്ടർമാരും സമരത്തിന്. ആലപ്പുഴയിൽ ദളിത് യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ചതിൽ കോട്ടയം സ്വദേശി സിബിൻ മാത്യു അറസ്റ്റിൽ. പറയാൻ മറന്നു, സ്വാതന്ത്ര്യദിനാശംസകൾ. ഏകീകൃത സിവിൽ കോഡല്ല, മതേതര സിവിൽ കോഡാണ് രാജ്യത്തിന് വേണ്ടതെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദിജി. രാഹുൽജിയെ 4ാം നിരയിലിരുത്തിയതിനെ ചൊല്ലി അടിയുണ്ടാക്കാൻ കോൺഗ്രസ്. സിവിൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാലും രാഹുൽജീനെ പുറകിലിരുത്തിയത് ബഹുത്ത് മോശമായി പോയി. ഹേ, കാഫിർ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെയല്ല UDFന്റെ ആണെന്ന് DYFI. കേസെടുക്കാനും പറഞ്ഞ K സുധാകരൻ. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കുക, നമ്മൾ മാറി നിൽക്കാം. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് അയത്തുള്ള അലി ഖമനേയി. പിന്മാറാൻ പറയുന്നത് മാനസിക യുദ്ധമാണ് പോലും. ദൈവകോപം മാത്രമല്ല, അവരെല്ലാം ഉറുമ്പ് കടിക്കും. ഖമനേയി ഓക്കേ അല്ലേ? യുക്രൈനെ പിന്തുണച്ച് സംഭാവന നൽകിയതിന് യുവതിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി റഷ്യൻ കോടതി. $51 സംഭാവനയ്ക്ക് 12 വർഷം തടവ് ശിക്ഷ. ബെസ്റ്റ് വാർത്തയായിരുന്നു ഗൈസ്. പൊക്കോ